രോഹിതേട്ടാ, ഒരു തുറന്ന പോര് തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും. വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് വി ഡി സതീശൻ അസത്യങ്ങളുടെ രാജാവാണ് എന്നൊക്കെയാണ്. അപ്പോൾ വി ഡി സതീശൻ നല്ല നാടൻ ഭാഷയിൽ ഇതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അണ്ടർവെയർ കാണിച്ച് നിയമസഭയിൽ നിന്ന് ഇവനൊക്കെയാണോ എനിക്ക് ഉത്തരം തരുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പോരിനി ഇനിയും തുടരുകയാണെങ്കിൽ ആരുടെ നാണം മാനമായിരിക്കും പോവുക? അല്ല, അത് സ്വാഭാവികമായിട്ടും ഈ ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ രസകരമായിരിക്കും. കാരണം അത് മാനേജ് ചെയ്യുന്നത് വിവരവും വിദ്യാഭ്യാസമുള്ള നന്നായി സർക്കാസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഏതോ PR ടീമാണ്. ദയവീത് ആ PR ടീമിൽ ആരെങ്കിലും ഈ വീഡിയോ കാണാൻ നിങ്ങളൊന്ന് ബന്ധപ്പെടണം. കുറച്ച് പേരുടെ വർക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ തരാം. മനോഹരമായ കമന്റുകളും മനോഹരമായ പോസ്റ്റുകളും ഒക്കെയാണ് ശിവൻകുട്ടിയുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരുന്നത്. പക്ഷേ അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിക്കുമ്പോഴും അല്ലാത്ത പ്രസംഗങ്ങൾ നടത്തുമ്പോഴും ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് വിറയലുണ്ട്, സംസാരിക്കുമ്പോൾ വാക്കുകൾ മാറ്റിപ്പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു CPM-ന്റെ നേതാവിന് എന്താവാൻ പറ്റില്ല, ഒരു 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 പരിഗണനയാക്കി നൽകാൻ പറ്റില്ല. അസുഖബാധിതനാണെന്ന കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മാന്യത ഇവർ തിരിച്ചു നൽകിയിട്ടുള്ളവരല്ല. ഉദാഹരണത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് എന്തോ BP-യുടെ ഷുഗറിൻ്റെ എന്തോ പ്രശ്നം വരുമ്പോൾ നാക്ക് കൊഴിയുന്ന അസുഖമുണ്ട്. അപ്പം സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ച സമയത്ത് നസ്രിയ നസീം എന്ന് പറഞ്ഞത് നസ്രിയ നസീം എന്തോ ആയിപ്പോയി. ആ പോയ സമയത്ത് ഇവരെല്ലാവരും കൂടി അദ്ദേഹത്തെ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ നിയമസഭയിൽ പ്രസംഗിക്കുന്ന സമയത്ത് അത് നാക്ക് വഴി ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ അസുഖമുള്ള ആളാണ്, നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ ഉപദ്രവിച്ച സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം സ്വർണ്ണം കെട്ടതരായപ്പ MP രാജേഷ് ആണപ്പ എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വി ഡി സതീശനെ ചൊടിപ്പിച്ച് എന്താണെന്നറിയോ, വി ഡി സതീശനെ അസത്യങ്ങളുടെ രാജകുമാരനോ എന്ത് വേണേലും വിളിച്ചോട്ടെ, അതൊന്നും അല്ല. വി ഡി സതീശനെ ചൊടിപ്പിച്ചത് നിയമസഭയിൽ നടത്തിയ ശിവൻകുട്ടിയുടെ ഒരു പ്രസംഗമാണ്. ശിവൻകുട്ടി പറഞ്ഞു, സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, ശബരിമലയിൽ നിന്ന് കട്ടെടുത്ത സ്വർണം സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ടാകും എന്ന ഈ പറയപ്പെടുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ വിവരം കേട്ട ഒരു പ്രസംഗത്തെയാണ് വി ഡി സതീശൻ ഇന്ന് അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നത്. പക്ഷെ വി ഡി സതീശൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഭാഷ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അദ്ദേഹം അത്രയ്ക്ക് കൊണ്ടിട്ടാണ് അദ്ദേഹം പറയുന്നുണ്ട്, സാധാരണഗതിയിൽ ഞാനിങ്ങനെ സംസാരിക്കുന്നതല്ല എന്ന് പറഞ്ഞുവിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഞാനെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്, ഇവൻ എന്നാണ് വാക്ക് ഉപയോഗിക്കുന്നത്. ഇവൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കേണ്ടി വന്ന ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. പല എക്സൈസ് വകുപ്പും കൊടുത്തായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും സമാധാനിക്കാമായിരുന്നു. നിയമസഭയ്ക്കുള്ളിൽ മുണ്ടും പൊക്കി കാണിച്ച് അണ്ടർവെയറും പുറത്തിട്ട് ഡെസ്കിന്റെ പുറത്ത് കയറി തുള്ളിയവനാണ് ഞങ്ങളെ ഇത് പഠിപ്പിക്കാൻ വരുന്നത് എന്ന്. അപ്പോൾ സ്വാഭാവികമായും നിയമസഭയിൽ എങ്ങനെ പെരുമാറണമെന്ന് ശിവകുട്ടി ക്ലാസ് എടുത്തിട്ടുണ്ട്, അറിയാമോ? പിന്നെ അതുപോലെ പോലും ഇത് കഴിഞ്ഞിട്ട് റെയ്ഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് വളരെ അന്തസ്സോടെ പറയുകയും ചെയ്തിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനും ശിവകുട്ടിയൊക്കെ ഒരേ നിലപാടുകാരാണെന്നുള്ളതാണ്. സംസാരത്തിന്റെ രീതിയിലായാലും ഭാഷയിലായാലും ഈ നിന്ന നിൽപ്പിൽ ഉൾട്ടയടിക്കുന്ന കാര്യത്തിലായാലും നമ്മൾ കണ്ടതാണല്ലോ. പത്മ പുരസ്കാരത്തിന് മേടിക്കാൻ പട്ടി പോകുമെന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഉടനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികം ഈ ശിവൻകുട്ടിയുടെ ഗുണ്ടായിസം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പക്ഷേ പിണറായി പറഞ്ഞാൽ മിണ്ടാതെ നിൽക്കുകയും ചെയ്യും. നമ്മൾ ആ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്, കൈ കെട്ടുമ്പോൾ തിരിച്ചു പോകുന്നതൊക്കെ പേടിയുണ്ട്. ഈ വി ശിവൻകുട്ടി മന്ത്രി ഇടയ്ക്ക് ചെങ്കൽച്ചൂള ശിവൻകുട്ടിയായി മാറും. അവിടെയാണ് പ്രശ്നം. ചെങ്കൽച്ചൂള ശിവൻകുട്ടി അറിയാമല്ലോ, തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യമില്ല. അതായത് പഴയ തൊഴിലാളി നേതാവായ ഒരു ശിവൻകുട്ടിയുടെ ചരിത്രമുണ്ട്. ആരാടാന്ന് ചോദിച്ചാൽ എന്തുവാടാന്ന് പറഞ്ഞത്. പണ്ട് പുള്ളി ഏതോ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മൈക്ക് ഓഫായെന്നോ AC ഓഫായെന്നോ പറഞ്ഞിട്ട് ഹോട്ടലിൻ്റെ റിസപ്ഷന് വന്നിട്ട് പുള്ളി ചൂടാവുന്ന വിഷയമുണ്ട്, കണ്ടിട്ടുണ്ടോ? യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഭയങ്കരമായിട്ട് ചൂടാവുമ്പോൾ തിരിച്ച് റിസപ്ഷനിൽ ഇരിക്കുന്നവർ ഇംഗ്ലീഷിൽ പറയും, ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണേ നിങ്ങളോടൊന്ന് പറയുന്ന ഒരു വിഷ്വൽസ് നമ്മളെ മുന്നിലുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ചില സംഭവവികാസങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ പറയുന്നൊരു കാര്യമുണ്ട്, എത്ര കാശുണ്ടായാലും എത്ര പേരുണ്ടായാലും അരിപ്രാഞ്ചി എന്നുള്ള പേരാണ് മിച്ചം. ചിലർക്ക് പാരമ്പര്യമായി കിട്ടുന്നത്, ചിലരുടെ കർമ്മദോഷം കൊണ്ട് കിട്ടുന്നത്, ചിലരുടെ പ്രവൃത്തി ദോഷം കൊണ്ട് കിട്ടുന്ന ചില പേരുകളും മാറില്ല. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ശിവൻകുട്ടി തന്നെ, ശിവൻകുട്ടിയുടെ പഴയകാല ചരിത്രം ആരും പറഞ്ഞിട്ടില്ല. ആന്റണി രാജു, അതാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഞാനൊരു ഉദാഹരണം ഏത് പറയും, എൻ്റെ നാട്ടിലെ ഉദാഹരണങ്ങളാണ് ഞാൻ സാധാരണ പറയാറ്. ഇപ്പോൾ നാട്ടിൽ കയറാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് വേറെ ഏത് ഉദാഹരണം പറയണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് 1-2 മുഖങ്ങൾ വന്നു, അത് പറഞ്ഞാൽ ഉറപ്പായിട്ട് എനിക്ക് പണി കിട്ടുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആന്റണി രാജു പണ്ട് വക്കീലായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റിനെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു ജെട്ടി മോട്ടിച്ചു. ജെട്ടി എന്ന് വെച്ചാൽ വെറും ജെട്ടിയല്ല, ഒരു സായിപ്പിൻ്റെ ജെട്ടി മോട്ടിച്ചുകൊണ്ട് പോയി വെട്ടി തയ്ച്ച് ചെറുതാക്കി കൊണ്ടുവച്ചു. ഇത് ഒരു സിനിമക്കാരൊക്കെ എടുത്ത് വെച്ച് അലക്കിയ സാധനമാണ്. അതും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറവും കഴിഞ്ഞു, എത്രയോ വർഷം കഴിഞ്ഞ് ആന്റണി രാജു കാറ്റു നോറ്റിരുന്ന ഒരു MLA ആയി, മന്ത്രിയായി, ഇപ്പൊ താണ്ടെ നിയമസഭയിൽ നിന്ന് പുറത്തുപോയി. ഒരു പേര് ജെട്ടി രാജു. ഇനി ജീവിതകാലം വരെ അദ്ദേഹത്തിന്റെ പേര് മാറും. ഇനി അദ്ദേഹത്തിന്റെ മക്കള് നാളെ പഠിച്ച് ഡോക്ടർ ആയിരിക്കട്ടെ,
ഡോക്ടറോ എഞ്ചിനീയറോ എനിക്കറിയില്ല, മക്കളെ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ആന്റണി രാജുവിൻ്റെ ഒരു മകനോ മകളോ ഡോക്ടറായി എന്ന് വെക്കുക. അപ്പം പിന്നെ നമ്മുടെ നാട്ടിൽ ഏതുണ്ട് ഫിസിഷ്യൻ? അത് ഡോക്ടർ എക്സ്. ഏത് ഡോക്ടർ എക്സ്? നമ്മുടെ ജെട്ടി രാജുവിൻ്റെ മകനില്ലേ എക്സ് ഡോക്ടർ, അങ്ങനെ പറയൂ. നമ്മുടെ നാട്ടിൽ അങ്ങനെ പേര് അറിയപ്പെടുന്ന എത്രയോ പേരുണ്ട് ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഓഫീസിലുള്ള കോർഡിനേറ്റർ ഫഹദിന്റെ വാപ്പ പിന്നെ നാട്ടിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനും അവിടുത്തെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും ഒക്കെയാണ്. പുള്ളിയുടെ പേര് ഷാഹുൽ കുന്നിക്കട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പക്ഷെ അദ്ദേഹത്തെ വീട്ടിൽ വിളിക്കുന്ന പേര് ദോഷമല്ല ഞാൻ പറഞ്ഞിട്ട്, അദ്ദേഹത്തെ വീട്ടിൽ വിളിക്കുന്ന ചെല്ല പേര് അപ്പി എന്നാണ്. അവൻ അറിയപ്പെടുന്നത് അപ്പി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മള് നാട്ടിൽ ചെന്നിട്ട് പിള്ളേർ ചോദിക്കുന്നതിൻ്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പിയുടെ മോൻ വന്നില്ലേ, ഫഹദ് വന്നില്ലേ നല്ല ചോദിക്കുന്നത്. ഞാൻ സാധാരണ നാട്ടിൽ പോകുമ്പോൾ എന്നോട് വരുന്നത് അപ്പിയുടെ മോൻ വന്നില്ലേ എന്ന് ചോദിക്കും. അത് നാണക്കേടൊന്നുമല്ല, പുള്ളി അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ചില ചെല്ലപ്പേരുകൾ, ആ ചെല്ലപ്പേരിൽ അറിയപ്പെടുന്നവരുണ്ട്, ചീത്തപ്പേരിൽ അറിയപ്പെടുന്നവരുണ്ട്, കുൽസിത പേരുകളിൽ അറിയപ്പെടുന്നവരുണ്ട്. അങ്ങനെ എത്രയോ സെലിബ്രിറ്റികളുടെയൊക്കെ വീടുകളിൽ അങ്ങനെയൊക്കെയുള്ള സംഭവവികാസങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് പി സി ജോർജിന്റെ കാര്യം എടുക്കാം. പി സി ജോർജിനെ 7 തവണ MLA ആയ ആൾ, സ്വതന്ത്രമായി മത്സരിച്ച് MLA ആയാൽ. അപ്പം ഇപ്പോൾ ഷോൺ ജോർജ് രാഷ്ട്രീയത്തിൽ സജീവമായിട്ട്. ഇപ്പൊ പി സി ജോർജിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന സാറാണ് ചക്കളപ്പെണ്ണെ. ഒരു ഫോൺ കോൾ ചക്കളപ്പെണ്ണെ. പി സി ജോർജ് എത്രയോ വിവാദപരമായും അല്ലാതെയുമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. എത്രയോ ശബ്ദ സന്ദേശങ്ങൾ, ഇന്റർവ്യൂകളൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട്. എങ്കിലും പി സി ജോർജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി ചക്കളപ്പെണ്ണേ എന്നുള്ള വിളിയാണ് അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ പി സി ജോർജിന്റെ വീട്ടിൽ വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ അദ്ദേഹം അവിടെ ദൂരെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചക്കളപ്പെണ്ണേ, അങ്ങനെയല്ലേ മനസ്സിലായി. ഞാൻ അദ്ദേഹത്തെ കണ്ടാലും കുഴപ്പമില്ല, ആ പേരിൽ അതാണ് ഓരോരുത്തരുടെയും മനസ്സിലേക്ക് രജിസ്റ്റർ ആയി വരിക എന്ന് പറയുന്ന പോലെയാണ് ഈ വി ശിവൻകുട്ടിയെ കുറിച്ച്. വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മേഖലയിൽ കുറേ മാറ്റം, ശിവൻകുട്ടി അല്ല ഉദ്യോഗസ്ഥര് കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനും വിപ്ലവം ഉണ്ടാക്കാനും ഒക്കെ നടന്ന ആളാണ്. പുള്ളിയുടെ തലയിൽ ഉദിക്കുന്ന കുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ വിദ്യാഭ്യാസ ഡയറക്ടർ നല്ല വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി എന്തൊക്കെ വന്നാലും ശിവൻകുട്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആ വി ഡി സതീശൻ പറഞ്ഞ വെളുത്ത അണ്ടർവെയറും മടക്കി കുത്തിയ ഉടുപ്പും ഒരു വയറൊക്കെ വലിച്ച കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയി മാറിയ, ശിവതാണ്ഡവം ആടിയ, തളർന്നു വീണ ശിവൻകുട്ടിയെ തന്നെയാണ് അല്ലേ? അപ്പോൾ പിന്നെ ഈ നെഗറ്റീവുകൾക്ക് ഇപ്പം കെ ബി ഗണേഷ് കുമാറിന്റെ കാര്യം എടുക്കും. കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ച് പുകഴ്ത്തി പറയാൻ എന്തൊക്കെയുണ്ട്. അതായത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ അറിയപ്പെടുന്ന കീഴൂട്ട് തറവാട്ടിലെ രാമൻ പിള്ളയുടെ മകൻ ആർ ബാലകൃഷ്ണ പിള്ളയുടെ മകൻ കെ ബി ഗണേഷ് കുമാർ. വീട്ടിൽ 2 ആനയുള്ള പ്രമാണി, നാട്ടുപ്രമാണി. ഏക്കർ കണക്കിന്, ഹെക്ടർ കണക്കിന് നിലങ്ങൾ, സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങി അവർക്കില്ലാത്ത ബിസിനസ് സാമ്രാജ്യങ്ങളില്ല. അത്രത്തോളം വലിയ പ്രമാണിയായ ഒരാളുടെ മകൻ. അതിനേക്കാൾ ഉപരി കെ വി ഗണേഷ് കുമാർ നല്ല സിനിമാ നടനായിരുന്നു, സീരിയലുണ്ടായിരുന്നു, ടെലിവിഷൻ അവതാരകനാണ്. പല സംഘടന, എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ, ആത്മ പോലെയുള്ള സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആൾ. 25 വർഷക്കാലമായി MLA ആയിരിക്കുന്ന ആൾ, പലതവണ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആൾ. പക്ഷെ ഗണേഷ് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ ഇഷ്ടമില്ലാത്ത ഒരാളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ചിത്രം ഏതാ? ഇടി കിട്ടിയ ഫോട്ടോ. പുള്ളി തന്നെ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്ത മുഖമൊക്കെ ചളുകി പണ്ണുപുള്ളി ഇടിച്ചു എന്ന് പറഞ്ഞ് ഇട്ട ഫോട്ടോ. ചിലരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില നിമിഷങ്ങളാണ് അയാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം അത് പല കാരണങ്ങളും. ഇപ്പോൾ എന്നെക്കുറിച്ചും പലതും പറയാൻ കാണും, എനിക്കറിയത്തില്ല. എങ്കിൽ ഇപ്പോൾ മേഘയെക്കുറിച്ചും കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ മേഘയുടെ വീട്ടുകാരെക്കുറിച്ചോ, മേഘയുടെ സുഹൃത്തുക്കളെക്കുറിച്ചോ, എൻ്റെ വീട്ടുകാരെക്കുറിച്ചോ, എൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ചോ ഒക്കെ കാണും. അപ്പോൾ ശിവൻകുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അതേ ഓർമ്മ വരൂ, കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അത് സ്വാഭാവികമാണ്. ഇനി ഞാൻ പറയട്ടെ, ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന AK ആന്റണി ഭാരതത്തിന്റെ ലോകത്തിലെ സൈനിക ശക്തികളിൽ പ്രധാന ഭാഗം വഹിക്കുന്ന ഭാരതത്തിന്റെ സൈനിക മേധാവിയായിരുന്നു AK ആന്റണി, അതായത് മന്ത്രിയായിരുന്നു. ആന്റണിയെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ദൃശ്യം എന്താണെന്ന് ആന്റണി സല്യൂട്ട് ചെയ്യുന്ന ദൃശ്യം. ഇപ്പൊ മോദി എന്ന് പറയുമ്പോൾ നമുക്ക് സല്യൂട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷേ കാരണം പുള്ളി അങ്ങനെ ഒരു പിക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആന്റണി കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ കുറെ പട്ടാളക്കാരെ പുള്ളി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നൊരു വിഷല. പുള്ളി ഇതൊരു പരേഡിന്റെ ഇടയിൽ പുള്ളി തലയിറങ്ങി വീണു. കഴിഞ്ഞ ദിവസം കണ്ടു നമ്മുടെ മറ്റേ കടന്നപ്പള്ളി വീണതുപോലെ തന്നെ AK ആന്റണിക്ക് തലയിറങ്ങി വീണു. സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് സംഭവിക്കുന്നത്. പുള്ളി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അങ്ങനെ പലരെക്കുറിച്ച് ഇപ്പം മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. അല്ല നമ്മുടെ രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറഞ്ഞ ഓടി വരും. ഉസ്മാൻ പല ആളുകളെ കുറിച്ച് പല ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക്. നമ്മുടെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്തെങ്കിലും ഓർമ്മ വരുമോ? എനിക്ക് ഓർമ്മ വരുന്ന മറ്റേ സ്ഥലം റെയിൻകോട്ട് ഇട്ടിട്ട് വാ ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്. M മുകേഷിനെ കുറിച്ച് പറഞ്ഞാലോ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. എത്ര സിനിമകൾ വെച്ചിട്ടുള്ളൂ. ഇനി നീ ഇത് ആവർത്തിക്കരുത്, കേട്ടോടാ. മുകേഷ് എന്ന് പറഞ്ഞ ആളുകളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന എത്രയോ നല്ല സിനിമകളിൽ എത്രയോ വേഷങ്ങൾ കിട്ടിയ മനുഷ്യനാ. അപ്പോൾ ചില ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പോയിന്റുകൾ, ചില നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന ചില മോശം പ്രവൃത്തികൾ അത് ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റത്തില്ല. അപ്പോൾ വി ശിവൻകുട്ടി
കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലമെന്ന് വിളിക്കാൻ പറ്റുന്ന കേരള നിയമസഭയ്ക്കുള്ളിൽ നടത്തിയ അത്യന്തം മോശകരവും മ്ലേച്ഛകരവുമായ പോക്കിരിത്തരം അത് വി ഡി സതീശനെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് സംസാരിക്കുമ്പോൾ വി ഡി സതീശന് ഉപയോഗിക്കാൻ പറ്റുന്ന അതിൽ ഏറ്റവും മാന്യമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, പക്ഷേ വി ഡി സതീശന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരം ഒരു പാളിച്ച സംഭവിച്ച പുള്ളി പണ്ട് ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് എത്തിച്ചിട്ടുണ്ട്. അത് പുള്ളിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് ഉയർത്തിക്കാട്ടുന്ന ഒരു സംഭവമാണ്. അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പറയാം, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് സാധനം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് സോളാർ കേസ്. പക്ഷെ മരണത്തിന് ശേഷം വന്ന അന്വേഷണ റിപ്പോർട്ടുണ്ട്, അത് മാറിപ്പോയി. ആരും ഒരിക്കലും അത്രത്തോളം അദ്ദേഹത്തെ അത്ര ക്രൂരമായി ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന ദുഷ്ട മനസ്സുകൾക്ക് മാത്രമേ സോളാർ ചാണ്ടി എന്ന് വിളിക്കാൻ പറ്റൂ. പക്ഷെ അതൊക്കെ നമുക്ക് മനസ്സിലാവും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നമ്മുടെ കെ എം മാണി സാറിനെ പറ്റി ഒരു കാലഘട്ടം ഒരു ചുമയും ഗംഭീരമുള്ള ശബ്ദവും ഒരു പെട്ടിയൊക്കെ ആയിരുന്നു പറയുന്നത്. പിന്നെ അത് ഈ ബാർക്കോഴ വന്നപ്പോൾ കോഴവാണി എന്നായി. പക്ഷെ അത് മാറിയത് എപ്പോഴാണ്? കോഴവാണി മാറുന്നത് എപ്പോഴാണ്? അവരുടെ പാർട്ടി മൊത്തത്തിൽ ഇടതുപക്ഷത്ത് എന്നോടെ അവരങ്ങ് നല്ലതായി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഇപ്പം രണ്ടുപേരും പറയാണ്, സന്ദീപ് വാര്യർ, ജ്യോതികുമാർ ചാമക്കാല, നീ ആരാടാ ശരിയല്ലേ? ഷാഫി പറമ്പിൽ എന്ന് പറയുമ്പോൾ ഷാഫി പറമ്പിന്റെ ED ആയിരുന്നു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തല്ലേ ഓർമ്മ വരുന്നത്? പുള്ളി ആവശ്യമില്ലാതെ ചുമന്നുകൊണ്ട് നടന്ന് പണി മേടിച്ചു കൂട്ടി എന്ന് പറയുന്നത് പോലെ എത്രയോ. അതുപോലാണ് ഇത്. ഒരുപാട് പറയാനുള്ള ഒരു പേരുകാരനുണ്ട്, AR റഹീം. അതെ, AR റഹീമിനെ പറ്റി ഓർക്കുമ്പോ PC ജോർജിന് തെറി പറയുമ്പോൾ ചിരിക്കുന്ന ഓർമ്മ വരുന്നത്. എനിക്ക് മറ്റേ സാധനം ജോറാണ് ഇവിടെ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് പുള്ളിയുടെ പാട്ട്, ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ, അങ്ങനെ എന്തൊക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് പ്രസംഗം വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഓർത്തെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ്. അങ്ങനെ എന്തെല്ലാം കഥകൾ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ സംഭവിക്കുന്നു. വി ഡി സതീശന്റെ ഭാഷയ്ക്ക് തെറ്റൊന്നുമില്ല. വി ഡി സതീശൻ തുറന്ന യുദ്ധത്തിന് പോർമുഖം ഒരുക്കിയിട്ടിരിക്കുന്നു. വി ശിവൻകുട്ടി നിർത്തിയാൽ അദ്ദേഹത്തിന് കൊള്ളാമെന്ന് അതത്രേ ഉള്ളൂ. ഞാൻ KV ഗണേഷ് കുമാറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത പണി മേടിച്ച് കൂട്ടാതെ എന്ന് പറയുന്ന പോലെയാണ് ശിവൻകുട്ടിയുടെ PR ടീമിനോട് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഈ വി ഡി സതീശനൊക്കെ വാ തുറന്ന വലിയ പ്രശ്നമാണ്. അഴിച്ചു വിടരുത്, സമാധാനത്തോടെ ഇരിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്.